എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഹോളിഡേ ആണ്, അതുകൊണ്ട് എല്ലാവരും കൂടെ ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നിട്ട് എൻജോയ് ചെയ്യാണ്. പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സമയമാണ്. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ബെഡിലിരുന്ന് കളിക്കുന്നതെല്ലാം യാമിക്കുട്ടി ഇപ്പോൾ നല്ലോണം എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നിച്ചുട്ടി ലീവുള്ള ദിവസങ്ങളിൽ പ്രത്യേകം പറയും അച്ഛനും അമ്മയും രണ്ടാളും എന്തായാലും വരണം, നമുക്ക് ഒരുമിച്ച് ഇരുന്നിട്ട് വർത്താനം പറയണം എന്നുള്ളത്. കുഞ്ഞു സാധനം എത്തി വെക്കുന്ന കാണിക്ക്, എന്നെ കാണിക്ക്. അച്ഛന്റെ കണ്ണാ യാമി. ഞാൻ വെച്ചിപ്പോ കാര്യം ഒന്ന് നമ്മുടെ മക്കൾ എത്ര പെട്ടെന്നാ വലുതാവുന്നല്ലേ. നമ്മൾ കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് വലുതായി എന്ന് പറയുന്ന പോലെയാണ്. ഇതാ യാമീന്ന് ഇപ്പൊ എടുത്ത പോലെ നിച്ചുവിനെ ഇതാ ഇന്നലെ എടുത്ത പോലെ ഉണ്ട്. ഇപ്പൊ നിച്ചുട്ടി എത്ര വലുതായി. അതുകൊണ്ട് എപ്പോഴും ഞാനും ഏട്ടനും പറയുന്ന കാര്യമാണ്, നമ്മുടെ മക്കൾ പെട്ടെന്ന് വലുതാവുന്നതുകൊണ്ട് അവരെ ചെറുപ്പകാലം നമുക്ക് എൻജോയ് ചെയ്യാനുള്ള സമയം വരെ കിട്ടുന്നില്ല, അതാന്ന് പറഞ്ഞിട്ട് വലുതാവുന്നുണ്ട്. അതുകൊണ്ട് മാക്സിമം സമയം കിട്ടുമ്പോഴൊക്കെ അവരെ കൂടെ സ്പെൻഡ് ചെയ്യണം എന്നെല്ലാം പറയലുണ്ട്. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ അവർക്കും അത് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. അവരുടെ മെന്റൽ ഡെവലപ്മെന്റിനായാലും എല്ലാം ഹെൽപ്ഫുൾ ആയിരിക്കും അച്ഛൻ്റെയും അമ്മേൻ്റെയും ഒരുമിച്ചുള്ള കൂടെയുള്ള ആ ഒരു സമയം എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് കളിച്ചുകൊണ്ട് ഇരുന്നിട്ട് നേരെ കിച്ചണിലേക്ക് വിട്ടു. അപ്പോൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ തലേ ദിവസം തന്നെ. ഞാൻ ഇന്നാളൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് അതിനകത്ത് ഒരു ചില്ലി ചിക്കൻ ഒന്നും പറയാൻ പറ്റില്ല, ഒരു തട്ടിക്കൂട്ട് ചില്ലി ചിക്കൻ ഉണ്ടാക്കിയ സമയത്ത് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒന്ന് റെസിപ്പി പറയാമോ എന്ന് ചോദിച്ചിട്ട്. നിച്ചോട്ട് ചില്ലി ചിക്കൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സാധനമാണ് ഇത്. പ്രോപ്പർ ചില്ലി ചിക്കനൊന്നും അല്ല കേട്ടോ, എന്നാലും പിള്ളേർക്കൊക്കെ ഇഷ്ടാവുന്ന രീതിക്ക്. അപ്പോൾ ഞാനിത് ഉപ്പും കുരുമുളകും അതുപോലെ മഞ്ഞൾപ്പൊടി, പറങ്കിപ്പൊടി, എല്ലാ സാധനം മല്ലിപ്പൊടി എല്ലാം ഇട്ടിട്ട് കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്തിട്ട് തലേന്ന് രാത്രി ഫ്രിഡ്ജിൽ കയറ്റി വെച്ചതാണ്. സാധാരണ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കുന്ന പോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ വേണമെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പെരക്കി വെച്ചതാണ്. ഇനി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ആദ്യം തന്നെ. അതാണ് ആദ്യം ചെയ്യുന്നത്. നമ്മളെല്ലാം ചെറുപ്പത്തിൽ നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ കൂടെ ഇങ്ങനെ ഇരുന്ന് കുറേ നേരം വർത്താനെല്ലാം പറഞ്ഞ് അങ്ങനെയുള്ള സംഭവമൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അന്നൊക്കെ അവർ ഭയങ്കര ബിസിയാണ്, അവർക്ക് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ ഇന്നത്തെ ജനറേഷൻ അങ്ങനെയല്ലല്ലോ, കുറേ മുന്നോട്ട് പോയി അവരുടെ ചിന്താഗതികളും എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മളും അതിനനുസരിച്ച് ചെയ്തു കൊടുക്കണം എന്നുള്ള അവസ്ഥയിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ വർത്താനം തന്നെ എന്ത് ഡെവലപ്പായിട്ടാണ് കേട്ടോ നിച്ചുട്ടിയിൽ സംസാരിക്കുന്നത്. കാണുമ്പോൾ തന്നെ അത്ഭുതമായി പോകും. സ്കൂളിലും കൂടെ പോകാൻ തുടങ്ങിയ പിന്നെ നമ്മളൊരു UP സ്കൂളിലൊക്കെ ചിന്തിക്കുന്ന കാര്യങ്ങൾ അവരിപ്പോഴേ ഈ ഒരു പ്രായത്തിലേ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ചിക്കൻ അവിടെ കിടന്ന് ഫ്രൈ ആവട്ടെ. ആ സമയം കൊണ്ട് ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഞാനിത് പുതുതായിട്ട് വാങ്ങിച്ച കത്തിയാണ്. നിങ്ങൾ കുറേ ഷോർട്സിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ കളർഫുൾ കത്തി കണ്ടിട്ട് അത് വാങ്ങിക്കണം എന്ന് ഞാൻ അന്നേ വിചാരിച്ചാണ്, അങ്ങനെ കാട്ടിലിട്ട് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഏതായാലും വാങ്ങിച്ചിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. നല്ല മൂർച്ചയുണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റിയും ഉണ്ട്. ആർക്കെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു കളർ കാണുമ്പോൾ നല്ല രസമില്ലേ, പക്ഷെ നല്ല മൂർച്ചയും ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഏതായാലും ഓൾമോസ്റ്റ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഡീപ് ഫ്രൈ ചെയ്തിട്ട് അത് മാറ്റി വെക്കണം, അതാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഒരു 2 ഉള്ളിയും അതുപോലെ തന്നെ ഒരു വലിയ ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട്. അതൊന്ന് സ്ക്വയർ ആയിട്ട് മുറിക്കണം, അതാണ് വേണ്ടത്. ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. മറ്റേ ഒരു ഗ്രേവി ടൈപ്പ് ചില്ലി ചിക്കൻ അങ്ങനെയൊന്നും ആക്കുന്നൊന്നുമില്ല. കോൺഫ്ലോർ നമ്മൾ കുറച്ച് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചിട്ട് അങ്ങനെയെല്ലാം കുറച്ച് തിക്ക് ഗ്രേവി പോലെയെല്ലാം ആക്കൂലേ, അതൊന്നല്ലേ. നിച്ചുട്ടിക്ക് ഫ്രൈ ചെയ്ത സംഭവമാണ് വേണ്ടത്. പക്ഷെ ചില്ലി ചിക്കൻ അന്ന് കണ്ടാൽ തോന്നണം, അതാണ് നിച്ചുട്ടിയുടെ ഡിമാൻഡ്. അപ്പോൾ അതിനനുസരിച്ചിട്ടാക്കുവേനെ. അപ്പോഴേക്ക് ഇതാ ഒരാൾ കണ്ണിൽ വെള്ളമെല്ലാം വന്ന് കരഞ്ഞിട്ട് എണീറ്റ് വന്നിട്ടുണ്ട്. അമ്മമ്മേൻ്റെ കൂടെ കളിക്കുന്ന ഉണ്ടായേ. അപ്പോൾ ചേച്ചീൻ്റെ ഒച്ച ഇവിടുന്ന് കേട്ടിട്ടാണോ എന്നറിയില്ല ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി നല്ല കരച്ചിലാനും അടുക്കളയിലേക്ക് വരാൻ. എല്ലാവരും അടുക്കളയിൽ നിൽക്കുന്ന ഒച്ച കേട്ടിട്ടായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് യാമിക്കുട്ടീനെ ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കമൻസ് ഒക്കെ കാണാറുണ്ട്, എങ്ങനെയാണ് ചേച്ചി വീട്ടിലത്തെ കാര്യങ്ങളും പിള്ളേരും എല്ലാം കൂടെ മാനേജ് ചെയ്യുന്നതെന്നുള്ളത്. അത് മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടിലെല്ലാവരും ഉള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അച്ഛനും അമ്മയും രണ്ടാളും കൂടെ നമുക്ക് സപ്പോർട്ടിനുണ്ട്. അമ്മ തന്നെയാണ് മെയിനായിട്ട് അടുക്കള കാര്യങ്ങളെല്ലാം ഇപ്പം നോക്കുന്നത് കേട്ടോ. ഞാൻ കുറച്ച് ഹെൽപ്പ് മാത്രമേ ഉള്ളൂ. അമ്മയും അച്ഛനും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ യാമിക്കുട്ടി ഏറ്റവും കംഫർട്ടായിട്ട് ഇരിക്കുന്നത് എൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും, അമ്മേൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ആ സമയം മൊത്തം കുഞ്ഞിക്ക് അമ്മേനെ തന്നെ കിട്ടിക്കോട്ടെ. ഇപ്പം അമ്മമ്മയും അച്ഛനും അടുത്ത് നടന്നാലും എന്തായാലും അമ്മേൻ്റെ അടുത്ത് കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് നേരം അവരുടെ കൂടെ കളിക്കും, ബാക്കി സമയം മൊത്തം മോളെന്നെ എടുത്തോന്നാണ് കേട്ടോ എന്നോട് പറയാറ്. സവാള എന്നാട്ടാ ഞാനുള്ളി മുറിക്കുന്ന നീ മുറിക്കോന്ന്? ഇല്ല അത് ഞാൻ മുറിക്കും. ഏട്ടന് ഉള്ളി മുറിക്കുന്നോണ്ടാണ് ചിക്കൻ കറി എല്ലാം സൂപ്പർ ആവുന്ന. അപ്പം ഉള്ളിയേറ്റം കണ്ടുപിടിച്ചിട്ട് എന്റെ ഏട്ടൻ ഈ ലോകത്ത് ഒരു പണി എടുക്കട്ടില്ല. ഉള്ളി മുറിക്കുന്ന പണി വൃത്തിക്കെടുക്കും. അടിപൊളി. ഒന്നും പറയണ്ട. കത്തി എങ്ങനെയുണ്ട്?
കത്തി അടിപൊളി കത്തി. നല്ലുണ്ടല്ലേ? നല്ല മൂർച്ചയുണ്ട്. ആ കളർഫുൾ കത്തി കൊറേ ആയി വാങ്ങണം. കളിപ്പാട്ടം പോലെ ഉണ്ട്. കളിപ്പാട്ടാന്ന് വെച്ചിട്ട് എടുത്തക്കല്ലേ നീച്ചൂട്ടി? കിച്ചൺ സെറ്റ് ആണ്. നീച്ചു നോക്കി വെക്കുന്നുണ്ട്. നിന്നോടും കൂടിയാ പഞ്ഞി നീട്ടാ. ഈ ഒരു ഫ്രെയിമും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏട്ടൻ അടുക്കളയിൽ പണിയെടുത്ത് തരുന്നതെന്നല്ല, നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഹസ്ബൻഡൊക്കെ അടുക്കളയിലൊക്കെ വന്നിട്ട് മിങ്കിൾ ചെയ്യുന്ന എല്ലാ ഭാര്യമാർക്കും ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ എനിക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ എല്ലാവരും കൂടെ വർത്തമാനം പറഞ്ഞുകൊണ്ടെല്ലാം കുക്ക് ചെയ്യുന്നത്, എല്ലാവരും കൂടെ ഒരുമിച്ചൊരു ഡിഷ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇടയ്ക്ക് വല്ലപ്പോഴേ കിട്ടലില്ലു, എന്നാലും കിട്ടുന്ന സമയത്ത് ഞാൻ വാവിടെ വെറുതെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് വിളിക്കലുണ്ട്. അപ്പോൾ ഇപ്പോൾ പിള്ളേരും കൂടി ഉള്ളതുകൊണ്ട് അവരും അങ്ങനെ തന്നെ, അച്ഛാ വാ അമ്മേനെ സഹായിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് നീച്ചൂട്ടി പറയും ചിലപ്പോൾ. അപ്പോൾ എല്ലാവരും കൂടിയാണ് ഇന്ന് ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്, അത് ഒന്ന് കോരി മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് അതേ എണ്ണയിലേക്ക് ക്യാപ്സിക്കും ഉള്ളിയും കൂടെ നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ടായിട്ട് അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. കുറച്ച് ഉപ്പിടാൻ വേണ്ടിയിട്ട് മറക്കല്ലേ. അതുപോലെ തന്നെ കുറച്ച് പെപ്പറും കൂടി ഇട്ട് കൊടുക്കാം. യാമിക്ക് മുട്ട കൊടുക്കാൻ തുടങ്ങിയോ? യാമിക്ക് നമ്മൾ ഇതുവരെ മുട്ട കൊടുത്തിട്ടില്ലേ, ഇന്ന് ആദ്യമായിട്ട് നോക്കുവന്ന്. 8 മാസം ആവലായില്ലേ, 9ാം മാസം തുടങ്ങലായി, വലിയ കുട്ടിയായി എന്റെ മോള്. അവിടെ ഒരു ഗൗരവം. മോള് തന്നോ? ആദ്യം പിള്ളേർക്ക് കൊടുക്കുമ്പോ മഞ്ഞയാണ് കൊടുക്കേണ്ടതെന്ന് ഡോക്ടേഴ്സ് എല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടാ. അപ്പൊ മഞ്ഞ നമുക്ക് കുറച്ച് കൊടുത്തു നോക്കാം. ടേസ്റ്റ് എങ്ങനെയാന്ന് ഇഷ്ടാവൂന്നൊന്നും അറിയില്ല. എന്നാ ചേച്ചി തന്നാ ഇതുവരെ മഞ്ഞോടെ തിന്നില്ല അല്ലേ? അതെ അനിയത്തി തിന്നുന്നുണ്ട് അല്ലേടാ. അപ്പോഴേക്ക് ക്യാപ്സിക്കും ഉള്ളിയും കൂടെ നല്ലോണം ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ടൊമാറ്റോ സോസും അതുപോലെ തന്നെ സോയാ സോസ് ഉണ്ടെങ്കിൽ അതും കൂടെ കുറച്ചാക്കി കൊടുക്കുക. പക്ഷെ ഞാൻ ടൊമാറ്റോ സോസ് മാത്രമേ ഒഴിക്കുന്നുള്ളൂ, അതേ എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ. അതുകൊണ്ട് കുറച്ച് അങ്ങനെ ആക്കി കൊടുത്ത് മിക്സ് ചെയ്ത് നമ്മൾ വറുത്ത് മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതും കൂടെ അതിനകത്തേക്ക് തട്ടിക്കൊടുത്ത് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുക. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് യോജിച്ച് കിട്ടിക്കോളും. അങ്ങനെ ആക്കി എടുത്തു കഴിഞ്ഞാൽ ചില്ലി ചിക്കൻ റെഡി ആവുമേ. നിങ്ങൾ വെറുതെ ചിക്കൻ ഫ്രൈ ആക്കി കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, എല്ലാം ഫ്രൈ ആയതിന് ശേഷം കുറച്ച് സോസും കൂടെ അതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടമാവും കേട്ടോ ആ ചിക്കൻ. നീച്ചുട്ടിക്കലൂടെ ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ ഫൈനലി ഇതാ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ചില്ലി ചിക്കൻ എന്നൊന്നും പറയാൻ പറ്റൂലേ, വേണമെങ്കിൽ ഒരു ചിക്കൻ ക്യാപ്സിക്കം മിക്സ് എന്നോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ പറയാം. അന്ന് ചോദിച്ച സ്ഥിതിക്ക് ഏതായാലും ഒന്ന് ഇന്നും കൂടി ഉണ്ടാക്കുമ്പോൾ കാണിക്കാമെന്ന് വെച്ചിട്ടാണ്. മൊയലിന് തിന്നാൻ കൊടുത്തേ. ഹലോ, എവിടെ പോന്നേ? എടാ മായാടി പാർക്കിലല്ല, മാടായി പാർക്ക്. കാണിക്ക് നോക്കട്ടെ. കയ്യിലെന്താ? ഉണ്ണിയപ്പാ? വണ്ടിന്ന് തിന്നാനാ? ആ ശരി, സ്നാക്സ് ആയിട്ട് തിന്നാനാ? ആ ശരി. വെളിച്ചനോട് കൂളിംഗ് ഗ്ലാസ്. ഓ വെളിച്ചം ബ്ലാക്ക് ഇട്ടിട്ട് വന്ന അപ്പൊക്ക് മാച്ചാക്ക. ആ രണ്ടാളെ ബാക്കിലും ഉണ്ട്. ഇത് നിച്ചുവിന്റെ ബാക്കില് വർക്കുണ്ട്. ടാറ്റാ. റെഡിയായോ? ലെറ്റ്സ് ഗോ. മായാടി പാർക്കില്. നിച്ചുവിന്റെ മായാടി പാർക്കില്, മാടായി പാർക്ക്. നമ്മള് വെറുതെ ഒരു ഈവനിങ് ഔട്ടിങ്ങിന് പോവുകയാണേ. അപ്പൊ പോയിച്ചു വരാം. സാരല്ല, നമ്മള് ഫ്രീക്കായതല്ലേ. നോക്ക് നോക്കറാ പഠിച്ച്. എടെ പോന്ന്? എടെ ടാറ്റ പോന്ന്? മാടായി പാറ, മായാടി പാർക്ക്. ഏട്ടാ ഹായ്. നോക്ക് ബാക്കിൽ രണ്ടാളും നോക്കാം. കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ട്
കയറാൻ പോകുന്നുണ്ട്. നമ്മളെല്ലാവരും കൂടെ പുറത്തൊക്കെ പോയിട്ട് കുറേ നാളായിട്ടാ. ഇവര് മാസത്തിലൊരിക്കൽ വരുന്നുണ്ട്. എന്നാലും 2-3 ദിവസത്തെ ഗ്യാപ്പിന് വരുമ്പോൾ ദാന്ന് പറഞ്ഞ സമയം പോലുണ്ട്. എവിടെയും പോകാനുള്ള സമയമൊന്നും കിട്ടില്ല. അപ്പോൾ തക്കത്തിനൊന്ന് വേഗം നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മാടായി പാർക്കിലേക്ക് വന്നതാണ്. അപ്പോൾ മാടായി പാർക്ക്, മാടായി കാവിൽ നിങ്ങൾ ചിലപ്പോൾ പുറത്തുള്ളവരൊക്കെ വന്നിട്ടുണ്ടാവുമായിരിക്കും. മാടായി പാറ കാണാനായിട്ട് വരാനൊന്നുമില്ല, ഇവിടെ ഒന്നുമില്ല, ഫുള്ള് പാറ മാത്രമല്ലേ ഉള്ളൂ. അമ്പലമുണ്ട്, മാടായിക്കാവ് ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ്. നിങ്ങൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. കണ്ണൂരുകാർ എന്തായാലും പോയിട്ടുണ്ടാവും, പുറത്തുള്ളവർ കാര്യമാണെന്നേ പറയുന്നത്. പക്ഷെ വൈകുന്നേരമൊക്കെ പോയിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇവിടെ മാടായി പാർക്ക് ഓണത്തിന് സമയമൊക്കെ നിറച്ച് കാക്കപ്പൂ വിരിഞ്ഞിട്ടുണ്ടാവും, നല്ല ഭംഗിയാണ്. ഞാൻ ഇത്രയും നേരമായിട്ട് ശ്രദ്ധിച്ചിട്ടാ. മാച്ചിങ് നല്ലുണ്ട്, മാച്ചിങ് ആക്കിയിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാ, അച്ഛനും മോളും മാച്ചിങ് ആണ് കേട്ടോ. നോക്കിയാൽ സെയിം പാൻറ്റും ബ്ലാക്ക് ടീഷർട്ടിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വലിയച്ഛനും ഞാനും മാച്ചിങ് ആക്കുന്നു ഓടിപ്പോയി ബ്ലാക്ക് ടീഷർട്ട് ഇട്ടിട്ട് വന്നതാണ്. പക്ഷേ വലിയച്ഛൻ്റെ സെയിം കളർ പാൻറ് ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അച്ഛൻ്റെയും മോളെയും ഫോട്ടോസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് വലിയച്ഛനെ കൊണ്ട് എടുപ്പിക്കുവന്നെ. റോഡ് സൈഡിലൊക്കെ കുറച്ച് ചായക്കടകളൊക്കെ ഉണ്ട്, പിന്നെ ഐസ്ക്രീം, കുറച്ച് ഉപ്പിലിട്ടത്, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം അതൊക്കെ അവിടെ നിന്ന് കഴിക്കാൻ പറ്റും. വേറെ കാര്യമായിട്ട് ഷോപ്സും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. കൂടെ ആദ്യമായിട്ടാണ് അയ്യോ ഇതാരാ ചെറുതായിട്ട് കണ്ണിനൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് വെയിലടിക്കുന്ന 6 മണി 5 മണിക്ക് തക്കടും ആദ്യമായിട്ടാ മാടായി പാർക്ക് വരുന്നത് കേട്ടോ. ആദ്യമായിട്ട് എന്റെ വീട് എന്താ കാണാനുള്ളതെന്ന് നോക്കിയതാ. വീണ്ടും വിസ്തരിച്ച പാറ, വേറെ ഒന്നും കാണാനില്ല. യാമി വലിയ ആദ്യമായിട്ടാണ് മാടായി പാർക്ക് വരുന്നത്. അതെയല്ലേ യാമി വലിയ ആദ്യമായിട്ട് വരുന്നത്. നമ്മളെല്ലാം വന്നിട്ടുണ്ട്, ആരുമില്ല ഇന്ന്. വലിയ തിരക്കൊന്നുമില്ല, അല്ലെങ്കിൽ ഭയങ്കര, നമ്മൾ ലാസ്റ്റ് ടൈമെല്ലാം വന്നപ്പോൾ ഭയങ്കര തിരക്കുണ്ടായിരുന്നു, അടാട് ആൾക്കാരുണ്ടായിന്. പക്ഷെ ഇന്ന് വലിയ തിരക്കൊന്നുമില്ല. നാളെ ചിലപ്പോൾ തിരക്കുണ്ടാവും, ഞായറാഴ്ച ആയതുകൊണ്ട്. കൂടെ അമ്മ ഉണ്ടാക്കി ഉണ്ണിയപ്പാണ്. എല്ലാവർക്കും ഓരോന്ന് കൊടുത്തേ. നീ എവിടെ വന്നേ അമ്മന്റെ കണ്ണൻ? എവിടെ വന്നേ? ചുണ്ടരിയല്ലേ? യാമി അന്തം വിട്ട് നോക്കുവോന്ന്. അങ്ങനെ കുറേ നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തേ. കുറച്ച് നേരം ഇരുന്ന് വർത്താനെല്ലാം പറഞ്ഞ് കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. യാമിക്ക് എന്ത് എക്സൈറ്റ്മെന്റ് ആണെന്ന് അറിയാം. പ്രത്യേകിച്ച് പുറത്തു പോയാൽ യാമിക്ക് ഇഷ്ടമാണ്. പിന്നെ എല്ലാവരും കൂടി ഉണ്ടായതുകൊണ്ട് പറയേ വേണ്ട. വലിയനെ കിട്ടിയാൽ പിന്നെ വലിയന്റെ കയ്യിൽ തന്നെയാണ് കേട്ടോ. നമ്മൾ വടുകുന്ത അമ്പലത്തിലേക്ക് പോകുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഉത്തമന്റെ ചായക്കട എന്ന് പറഞ്ഞിട്ടൊരു ചായക്കടയുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ചായ കുടിച്ചത്. എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ചൂട് കടികളെല്ലാം ആയിട്ട്. അപ്പം നിങ്ങൾ പോകുമ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ പിന്നെ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോഴേക്കും 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.